ഹലോ, ചിലപ്പോഴൊക്കെ നീ കണ്ടിട്ടില്ലേ, നമ്മുടെ സമൂഹത്തിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ട് കൂടുതൽ കൂലി വാങ്ങുന്ന മനുഷ്യരെ, എന്നാൽ അതുപോലെ തന്നെ കൂടുതൽ കായികമായി അധ്വാനിക്കുകയും വളരെ ചെറിയ തുക അവർക്ക് കൂലിയായി ലഭിക്കുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു ഓഫീസിൽ ഒരു കറങ്ങുന്ന കസേരയിൽ ഉദ്യോഗസ്ഥനായിരിക്കുന്നൊരു മനുഷ്യൻ കായികമായി ഒരുപാട് അധ്വാനിക്കുന്നുണ്ടാകില്ല. എന്നാൽ വേറൊരാൾ രാവന്തിയോളം പാടത്തോ പറമ്പിലോ പണിയെടുത്താലും വളരെ കുറച്ച് തുക മാത്രമാണ് അയാൾക്ക് കൂലിയായി ലഭിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറയാം കേട്ടോ. 1920കളിലാണ് ഹെൻറി ഫോർഡ് എന്ന കാറ് നിർമ്മാതാക്കളുടെ രാജാവ് അമേരിക്കയിലെ മിഷിഗണിൽ അയാളുടെ കാർ നിർമ്മാണ പ്ലാന്റിൽ ഒരു സാങ്കേതിക തകരാറുണ്ടായി. ആ പ്ലാന്റിലെ വലിയൊരു ജനറേറ്റർ പ്രവർത്തിക്കാതായി. അവിടുത്തെ എഞ്ചിനീയർമാരെല്ലാം ആവും വിധം ശ്രമിച്ചു അതിനെ ഒന്ന് പ്രവർത്തിപ്പിക്കാൻ. പക്ഷെ ആർക്കും അത് പരിഹരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് ഹെൻറി ഫോർഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ ചാൾസ് പ്രോട്യൂസ് സ്റ്റേമെറ്റ്സിനെ സമീപിച്ചത്. സ്റ്റേമെറ്റ്സ് വളരെ കൂളായി ഈ കാർ പ്ലാന്റിനുള്ളിലേക്ക് വന്നു. എന്നിട്ട് ഒരു നോട്ട്ബുക്കും ഒരു കട്ടിലും പിന്നെ ആ ജനറേറ്ററിൻ്റെ അടുത്ത് ശാന്തമായിരിക്കാൻ കുറച്ച് സമയവും അയാൾ ആവശ്യപ്പെട്ടു. 2 രാവും 2 പകലും സ്റ്റേമെറ്റ്സ് ആ ജനറേറ്ററിനരികിൽ കഴിച്ചുവെന്നാണ് പറയുന്നത്. ഒടുവിൽ അയാൾ അവിടെയുള്ള ജോലിക്കാരുടെ പക്കൽ നിന്ന് ഒരു ഏണി ചോദിച്ചു വാങ്ങി ആ ജനറേറ്ററിൻ്റെ മുകളിൽ കയറി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ഒരു ചോക്ക് കഷ്ണം കൊണ്ട് എക്സ് എന്നടയാളപ്പെടുത്തി. എന്നിട്ട് അവരോട് ജനറേറ്ററിൻ്റെ ആ ഭാഗം തുറക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. അതിനുശേഷം ആ ജനറേറ്ററിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു കോയിലിൻ്റെ 16 വളവുകൾ അയാൾ കട്ട് ചെയ്തു മാറ്റി. അപ്പോൾ വീണ്ടും പഴയതിലും മെച്ചപ്പെട്ട രീതിയിൽ ജനറേറ്റർ പ്രവർത്തിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഏറെ നാളുകൾ പിന്നിടുന്നതിന് മുൻപ് ഹെൻറി ഫോർഡിന് ഒരു വലിയ ബില്ല് സ്റ്റേൻമെറ്റ്സിൻ്റെ പക്കൽ നിന്ന് കിട്ടി. 10,000 അമേരിക്കൻ ഡോളറിൻ്റെ ഒരു ബില്ല്. ഇത്രയും ചെറിയൊരു പ്രവർത്തനത്തിന്, ഇത്രയും ചെറിയൊരു ജോലിക്ക് അന്നത്തെ കാലത്ത് 10,000 പൗണ്ട് സ്റ്റെയിൻമെറ്റ്സ് ആവശ്യപ്പെട്ടതിൽ ഹെൻറി ഫോർഡിന് അതിശയം തോന്നി. ഹെൻറി ഫോർഡ് അതിന് ഒരു വിശദീകരണം തേടി സ്റ്റെയിൻമെറ്റ്സിനോട് ഒരു കത്തെഴുതി. കത്തിന് മറുപടിയായി സ്റ്റെയിൻമെറ്റ്സ് ഫോർഡിന് എഴുതിയ വരികൾ ശ്രദ്ധേയമാണ്. 10,000 ഡോളറിൽ ആദ്യത്തെ $1 എക്സ് എന്ന് അടയാളപ്പെടുത്തിയതിനും ബാക്കി 9,999 ഡോളർ ആ എക്സ് എന്ന് അടയാളപ്പെടുത്താൻ ഞാൻ പ്രയോഗിച്ച എൻ്റെ അറിവിനും ഉള്ള കൂലിയാണ്. എത്ര മനോഹരമാണല്ലേ! അയാൾ ചെയ്ത പ്രവൃത്തിക്കല്ല, ആ പ്രവൃത്തിയിലേക്ക് എത്തിപ്പെടാൻ അയാൾ പ്രയോഗിക്കുന്ന ബുദ്ധിക്കാണ്, അറിവിനാണ് അയാൾ കൂടുതൽ പണം ഈടാക്കിയത്. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കുകൾക്ക് എപ്പോഴും നമുക്ക് അറിവ് ആവശ്യമാണ്, ജ്ഞാനം ആവശ്യമാണ്. അറിവും ജ്ഞാനവും കയ്യിലുള്ളവൻ എല്ലാം ജീവിതത്തിൽ സമ്പാദിക്കും. വലിയ നേട്ടങ്ങൾക്ക് അവൻ അർഹനായി മാറും. രാവന്തിയോളം പണിയെടുത്തിട്ടും അറിവുള്ള ഒരു മനുഷ്യൻ വളരെ വേഗത്തിൽ നേടുന്ന ജീവിത വിജയം പോലെ ഒരാൾക്ക് സാമ്പത്തികമായി സമൂഹത്തിൽ ഉയരാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ? സമ്പത്ത് നേടാൻ വേണ്ടി മാത്രമല്ല നമ്മൾക്ക് അറിവുണ്ടാകേണ്ടുന്നത്. അറിവ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വളരാൻ നമ്മളെ പ്രാപ്തരാക്കി മാറ്റും. വളരെ വേഗത്തിലും ആയാസരഹിതമായും കാര്യങ്ങൾ നേടാനും വിദഗ്ധമായ പരിശീലനങ്ങളിലൂടെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഏത് കാഠിന്യമുള്ള ജോലികളെ നിറവേറ്റാനും നമ്മളെ പ്രാപ്തരാക്കി തീർക്കും. അധ്വാനത്തിനോടൊപ്പം അറിവും ജ്ഞാനവും ചേരുമ്പോൾ മനുഷ്യൻ കൂടുതൽ മികവുറ്റ ഒരാളായി മാറും. നമ്മുടെ തലമുറകളോടും നമ്മളോടും നമ്മൾ തന്നെ പറയേണ്ടുന്ന ഒന്ന് അറിവുള്ള മനുഷ്യരായി മാറുക എന്നുള്ളതാണ്. അറിവ് നമ്മളെ സത്യത്തിലേക്കും സത്യം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കും കൊണ്ടുപോകും. കൂടുതൽ ക്രിയാത്മകമായി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നേരിടാൻ നമ്മളെ പഠിപ്പിക്കും. അറിവ് പുസ്തകത്തിലൂടെ, അനുഭവങ്ങളിലൂടെ, വായനയിലൂടെ, ശ്രദ്ധയിലൂടെ നമ്മിലേക്ക് നിരന്തരം നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അറിവ് നേടാനുള്ള ആഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തരുത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കരുത്. പുതിയ പുതിയ അറിവിൻ്റെ ലോകത്തേക്ക് നമുക്ക് നമ്മുടെ വാതിലുകളെ തുറന്നിടാം. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥന.